മാസപ്പടി കേസിൽ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുള്ള CMRL ഹർജിയെ ശക്തമായി നേരിടാനൊരുങ്ങുകയാണ് ഇ ഡി. തെളിവുകൾ മുദ്രവെച്ച കവറിൽ കോടതിയിൽ ഹാജരാക്കും. കേസ് പരിഗണിക്കുമ്പോൾ ഇഡിക്ക് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഹാജരാകും. അതേസമയം സുപ്രീംകോടതിയിലെ മുതിർന്ന അഭിഭാഷകരെ എത്തിക്കാനാണ് CMRLന്റെ നീക്കം. കിരൺകുമാർ വിശദാംശങ്ങൾ നൽകും. കിരൺ, മാസപ്പടി കേസിൽ നേരത്തെ ഇഡിക്ക് അന്വേഷണം തുടരാമെന്നുള്ള ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് പിണറായി വിജയന്റെ വസതികളിലടക്കം പരിശോധനയൊക്കെ നടത്തിയതും വലിയ പ്രതിഷേധമൊക്കെ സംസ്ഥാനം കണ്ടത്. ഇപ്പോൾ ആ ഹർജിയെ ശക്തമായി നേരിടാൻ അല്ലെങ്കിൽ ഒരുങ്ങുകയാണ് CMRL എന്നുള്ള വിവരങ്ങൾ വരുന്നു. അഖില, ED അന്വേഷണം തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CMRL നൽകിയിട്ടുള്ള ഹർജി തിങ്കളാഴ്ച പരിഗണിക്കുകയാണ്. ഈ പരിഗണിക്കുന്ന സാഹചര്യത്തിൽ ഇതിനെ ശക്തമായി തന്നെ നേരിടുക എന്നുള്ളൊരു തന്നെയാണ് EDയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതിനു മുന്നോടിയായി തന്നെ മറ്റ് നടപടി ആരംഭിച്ചിട്ടുണ്ട്. നിലവിലിപ്പോൾ ഒപ്പം തന്നെ ശശിധരൻ കർത്തയുടെ കയ്യിൽ വശം നിന്ന് പിടിച്ചെടുത്തിട്ടുള്ള ഡിജിറ്റൽ തെളിവുകളുടെയൊക്കെ വിവരങ്ങളെല്ലാം തന്നെ കോടതിയിൽ ഹാജരാക്കുക എന്നുള്ളൊരു നീക്കമാണ് EDയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ലഭിച്ചിട്ടുള്ള തെളിവുകൾ മുദ്രവെച്ച കവറിൽ തിങ്കളാഴ്ച തന്നെ കോടതിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് ED നടത്തുന്നത്. ഏതായാലും കോടതിയിലെത്തുമ്പോൾ ഇതിനെ ശക്തമായി തന്നെ എതിർത്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളൊരു കാര്യം തന്നെയാണ് ED തീരുമാനിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച കോടതിയിൽ ഈ കേസ് പരിഗണിക്കുന്ന സമയത്ത് അഡീഷണൽ സോളിസിറ്റർ ജനറൽ തന്നെ EDക്ക് വേണ്ടി ഹാജരാകും. ഏതായാലും ഈ അന്വേഷണം തടസ്സപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഇതിനെ തടയിടണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് CMRL ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. നേരത്തെ സിംഗിൾ ബെഞ്ചിനെ സമീപിക്കുകയും ഏതാനും മാസങ്ങളോളം ഈ അന്വേഷണം തടസ്സപ്പെടുകയൊക്കെ ചെയ്തതാണ്. പിന്നീട് സിംഗിൾ ബെഞ്ച് അന്വേഷണം തുടരാമെന്നുള്ള ഉത്തരവ് ലഭിച്ചതിന് പിന്നാലെയാണ് ED സംസ്ഥാന വ്യാപകമായിട്ടൊക്കെ റെയ്ഡൊക്കെ നടത്തിയത്. ഇപ്പോൾ വീണ്ടും സിംഗിൾ ബെഞ്ചിന് ശേഷം ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചുകൊണ്ട് വീണ്ടും ഈ അന്വേഷണത്തെ തടസ്സപ്പെടുത്തുക അല്ലെങ്കിൽ ഇതിനെ തടയുക എന്നുള്ളൊരു നീക്കമാണ് CMRL നടത്തിയിരിക്കുന്നത്. CMRL ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കേസിൽ അന്വേഷണം നടത്താനായിട്ട് EDക്ക് കഴിയില്ല. SFIO അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കേസാണ്. മാത്രവുമല്ല ഈ അപ്പീലിൽ ഇതിൽ ഒരു ഉത്തരവുണ്ടാകുന്നത് വരെ സമൻസ് നൽകുകയോ അല്ലെങ്കിൽ മറ്റ് നടപടികളിലേക്കോ ED കടക്കരുത് എന്നുള്ളൊരു കാര്യമാണ് CMRL പ്രധാനമായിട്ടും ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും വീണയുടെ ലോക്കർ അടക്കം പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് ഇപ്പോൾ ED നടത്തിക്കൊണ്ടിരിക്കുന്നത്. വീണയുടെ മരവിപ്പിച്ച ഒരു ലോക്കർ ഉണ്ടായിരുന്നു. HDFC ബാങ്കിലുള്ള ഒരു അക്കൗണ്ടാണ്. കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. മുതിർന്ന അഭിഭാഷകരെയൊക്കെ ഹാജരാക്കിയ കേസ് നേരിടാനുള്ള നീക്കമാണ് CMRLന്റെ ഭാഗത്തു നിന്നുള്ളത്. ED അതിനെ എങ്ങനെയാണ് നേരിടാൻ പോകുന്നതെന്നാണ് ഇനി അറിയേണ്ടത്.